ആലുവയിൽ നിന്നും കാണാതായ 12 വയസ്സുകാരിയെ തിരിച്ചു കൊച്ചിയിലെത്തിച്ചു. ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും തിരികെ കൊണ്ടുവന്നു. പ്രതി അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഇയാൾ ലഹരി കേസിൽ പ്രതിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകുന്നത്. രേഷ്മ, ഈ കുട്ടിയെ എത്തിച്ചതിന് ശേഷം അന്വേഷണ സംഘം പോലീസ് ഇപ്പോൾ എന്താണ് വിശദീകരിക്കുന്നത്? ഈ അഭിജിത്തിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്? ഗൗതം, അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇപ്പോൾ ഈ പെൺകുട്ടിയെയും അഭിജിത്തിനെയും ആലുവയിൽ എത്തിച്ചിട്ടുണ്ട്. പൂനെയിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. പൂനെയിൽ നിന്ന് ട്രെയിൻ മാർഗം രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു രണ്ടുപേരും. ഈ അഭിജിത്തിനെ ഡൽഹിയിലേക്ക് വരാനായിട്ട് ഇവരോട് പറഞ്ഞത് ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിനെയും പോലീസ് ചോദ്യം ചെയ്യും. നേരത്തെ 2023 കാലഘട്ടത്തിൽ ഓച്ചിറ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു ലഹരി കേസിലെ പ്രതിയാണ് അഭിജിത്ത്. ഇതാണ് ക്രിമിനൽ പശ്ചാത്തലം എന്നുള്ള രീതിയിൽ പോലീസ് പറയുന്നത്. അഭിജിത്തിനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സുഹൃത്താണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത്. പെൺകുട്ടിയെയും കൊണ്ട് ഡൽഹിയിലേക്ക് വരാൻ ഈ സുഹൃത്ത് അഭിജിത്തിനോട് പറഞ്ഞുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തിനെയും അഭിജിത്തിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇക്കഴിഞ്ഞ 25-ാം തീയതി രാത്രിയാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ നോട്ട് ബുക്ക് വാങ്ങിക്കാൻ പോയതാണ്. പക്ഷെ പിന്നീട് ഈ പെൺകുട്ടി തിരിച്ചു വന്നില്ല. ആദ്യം റോഡ് മാർഗവും പിന്നീട് കാസർഗോഡ് നിന്ന് ട്രെയിൻ മാർഗവുമാണ് പൂനെയിൽ എത്തിയത്. ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പൂനെയിൽ നിന്നും ഈ പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്താൻ സാധിച്ചത്. കൊല്ലം സ്വദേശിയാണ് അഭിജിത്ത്. പക്ഷേ ഇവിടെ കൊച്ചിയിൽ ഐസ്ക്രീം വിൽപ്പന നടത്തുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള പരിചയമാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ അഭിജിത്തിനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കൂടുതൽ നിഗമനങ്ങളിലേക്ക് എത്തുവാൻ പറ്റൂ. ഗൗതം, ഓക്കെ, രേഷ്മ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.